ഗൾഫ് മണ്ണിൽ ചോര നീരാക്കി അധ്വാനിച്ച് നാട്ടിലേക്ക് പണം അയക്കുന്ന ഏതൊരു പ്രവാസിയുടെയും പ്രധാന ആശ്രയം ഭാരതീയ ബാങ്കിംഗ് സംവിധാനങ്ങളാണ്. ദുബൈയിലോ അബുദാബിയിലോ ജോലി ചെയ്യുന്ന ഒരാൾക്ക് നാട്ടിൽ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളോ സ്ഥിര നിക്ഷേപങ്ങളോ ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങളോ കാണും. എന്നാൽ ഈ സാമ്പത്തിക ഇടപാടുകളെല്ലാം കൃത്യമായി നിരീക്ഷിക്കാൻ ദിനംപ്രതിയുള്ള ജോലി തിരക്കുകൾക്കിടയിൽ പലപ്പോഴും പ്രവാസികൾക്ക് സാധിക്കാറില്ല. ഓഗസ്റ്റ് 1 മുതൽ ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമങ്ങളും പരിഷ്കാരങ്ങളും പ്രവാസി മലയാളി സമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ അത്യന്താപേക്ഷിതമാണ്. ബാങ്കിംഗ് നിയമ ഭേദഗതി ആക്ട് വഴി കൊണ്ടുവരുന്ന അടിയന്തര മാറ്റങ്ങളും വൈകാതെ പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാകുന്ന CKYC 2.0 സംവിധാനങ്ങളും പ്രവാസികളുടെ സമ്പാദ്യങ്ങളെയും ബാങ്കിംഗ് അനുഭവങ്ങളെയും എപ്രകാരമാണ് സ്വാധീനിക്കാൻ പോകുന്നതെന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് നാട്ടിലെ ഏതെങ്കിലും ബാങ്കിലിട്ട് ഒരു നിശ്ചിത തുകയുടെ സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി ഓഹരികളിൽ നിന്നുള്ള ലാഭവിഹിതം മറന്നുപോയ സാഹചര്യം പല പ്രവാസികൾക്കും ഉണ്ടായിട്ടുണ്ടാകാം. പുതിയ നിയമം അനുസരിച്ച് ബാങ്ക് അക്കൗണ്ടുകളിലോ ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകളിലോ കമ്പനി ഡിവിഡൻഡുകളിലോ 7 വർഷമായി യാതൊരുവിധ അവകാശവാദങ്ങളും ഉന്നയിക്കാതെ കിടക്കുന്ന പണം ഇനി ബാങ്കുകളുടെ കൈവശം മാത്രം സൂക്ഷിക്കാൻ കഴിയില്ല. ഇത്തരം തുകകൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് അഥവാ IEPF-ലേക്ക് മാറ്റപ്പെടും. മുൻപ് ബാങ്കുകളിൽ നേരിട്ടെത്തി മതിയായ രേഖകൾ ഹാജരാക്കി തുക പിൻവലിക്കാമായിരുന്നുവെങ്കിൽ ഇനി തുക IPEF-ലേക്ക് പോയി കഴിഞ്ഞാൽ കേന്ദ്ര ഫണ്ടിൽ നിന്ന് പണം തിരികെ ലഭിക്കുന്നതിനായിട്ട് സങ്കീർണമായ പ്രത്യേക അപേക്ഷ നടപടികൾ പൂർത്തിയാക്കേണ്ടി വരും. സാമ്പത്തിക ക്രമക്കേടുകളും ഫണ്ടുകളുടെ ദുരുപയോഗവും തടയാൻ ഈ മാറ്റം സഹായിക്കുമെങ്കിലും പ്രവാസികൾക്ക് ഇത് വലിയൊരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് ദുബായിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമുള്ള പ്രവാസികൾ തങ്ങളുടെ പഴയ അക്കൗണ്ടുകളും വർഷങ്ങളായിട്ട് ശ്രദ്ധിക്കാതെ കിടക്കുന്ന ചെറിയ നിക്ഷേപങ്ങളും ഉടൻ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പ്രവാസികളുടെ കഷ്ടപ്പാടിന്റെ ഫലമായ നിക്ഷേപങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ബാങ്കിംഗ് ഭേദഗതി നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ബാങ്കുകൾ നിലനിർത്തേണ്ട കുറഞ്ഞ മൂലധന തുക 5 ലക്ഷം രൂപയിൽ നിന്നും 2 കോടിയോളം രൂപയായി കുത്തനെ ഉയർത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലകളിൽ പ്രവാസികളുടെ കുടുംബങ്ങൾ വ്യാപകമായി ആശ്രയിക്കുന്ന സഹകരണ ബാങ്കുകളുടെയും ചെറിയ സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക അടിത്തറ ശക്തമാക്കാൻ ഈ തീരുമാനം വലിയ അളവിൽ സഹായിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ആഗോള സാമ്പത്തിക അസ്ഥിരത ഉണ്ടായാൽ പോലും സാധാരണക്കാരുടെ പണം സുരക്ഷിതമായിരിക്കുമെന്ന് ഇത് ഉറപ്പ് നൽകുന്നു. കൂടാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ ബാങ്കുകളുടെ ഓഡിറ്റർമാരെ നിയമിക്കുന്ന രീതി സ്വകാര്യ കമ്പനികളുടെ നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. കൂടുതൽ കൃത്യതയും സുതാര്യതയും ശാസ്ത്രീയതയും ഉറപ്പുവരുത്തുന്ന ഈ സാമ്പത്തിക പരിഷ്കാരം പൊതുമേഖലാ ബാങ്കിംഗ് സംവിധാനത്തിലുള്ള അന്താരാഷ്ട്ര നിക്ഷേപകരുടെയും പ്രവാസികളുടെയും വിശ്വാസ്യത വർദ്ധിപ്പിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് കൂടുതൽ ഉറപ്പ് നൽകുന്ന ഒന്നാണ് ഈ ഭരണനിർവഹണ മാറ്റങ്ങൾ. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തലവേദനയാണ് നാട്ടിലെ ബാങ്കുകളിലും ഇൻഷുറൻസ് കമ്പനികളിലും മ്യൂച്വൽ ഫണ്ടുകളിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നൽകേണ്ടി വരുന്ന KYC പുതുക്കൽ ചടങ്ങുകൾ. NRI അക്കൗണ്ടുകൾ, പാസ്പോർട്ട് പുതുക്കൽ, വിസ മാറ്റം, വിദേശത്തെ വിലാസത്തിലെ മാറ്റങ്ങൾ എന്നിവ വരുമ്പോഴെല്ലാം ഓരോ സ്ഥാപനത്തിനും വെവ്വേറെ രേഖകൾ സമർപ്പിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരവുമായിട്ടാണ് സെൻട്രൽ KYC അഥവാ CKYC 2.0 പ്ലാറ്റ്ഫോം രംഗത്തെത്തുന്നത്. പ്രോട്ടീൻ ഇ-ഗവ് ടെക്നോളജീസ് വികസിപ്പിക്കുന്ന ഈ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ഉപഭോക്താവിന്റെ സാക്ഷ്യപ്പെടുത്തിയ വിവരങ്ങൾ ഒരു കേന്ദ്രീകൃത രജിസ്ട്രിയിൽ സുരക്ഷിതമായിരിക്കും. സെർസായുടെ നിയന്ത്രണത്തിലുള്ള ഈ സംവിധാനത്തിലൂടെ ഒരു ഉപഭോക്താവിന് ഒരു ഏകീകൃത ഐഡന്റിഫയർ നമ്പർ ലഭിക്കും. ഇതിലൂടെ മറ്റൊരു ബാങ്കിലോ ഇൻഷുറൻസ് സ്ഥാപനത്തിലോ പുതിയ അക്കൗണ്ട് തുറക്കുമ്പോൾ വീണ്ടും കടലാസ രേഖകൾ നൽകേണ്ടതില്ല. ഉപഭോക്താവിന്റെ ഫോണിലേക്ക് എത്തുന്ന ഒറ്റത്തവണ പാസ്വേഡ് അഥവാ OTP വഴി ഡിജിറ്റൽ സമ്മതം നൽകിയാൽ മാത്രം മതിയാകും. ഡിജി ലോക്കർ സംവിധാനമായും കൃത്രിമ ബുദ്ധി അധിഷ്ഠിത ഫോട്ടോ പരിശോധന സംവിധാനങ്ങളുമായും ബന്ധിപ്പിച്ചിട്ടുള്ള ഈ പുതിയ പ്ലാറ്റ്ഫോം ഡേറ്റയിലെ ഇരട്ടിപ്പും വ്യാജ വിവരങ്ങളും പൂർണ്ണമായും ഇല്ലാതെയാക്കും. ബാങ്കുകൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കുമായിട്ട് ആരംഭിക്കുന്ന ഈ പദ്ധതി വൈകാതെ മ്യൂച്വൽ ഫണ്ടുകളിലേക്കും ഓഹരി വിപണിയിലേക്കും വ്യാപിപ്പിക്കും. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഈ സുപ്രധാന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഗൾഫ് മേഖലയിലെ സാമ്പത്തിക സംവിധാനങ്ങൾക്കും വലിയൊരു സൂചനയാണ് നൽകുന്നത്. UAE സെൻട്രൽ ബാങ്കും നോർബ്ലോക്ക് AB-യുമായി ചേർന്ന് സമാനമായ ഒരു ഏകീകൃത ഡിജിറ്റൽ KYC പ്ലാറ്റ്ഫോം നിർമ്മിക്കാനുള്ള ശ്രമങ്ങളിലാണ്. സാങ്കേതിക മുന്നേറ്റങ്ങളിൽ ലോകത്തെ മുൻനിരയിലുള്ള UAE-യിലും ഇത്തരം സംവിധാനം വരുന്നത് ബാങ്കുകൾ തോറും കയറിയിറങ്ങുന്ന പ്രവാസികൾക്കും ബിസിനസ്സുകാർക്കും വലിയ ആശ്വാസമാകും. ഈ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ UAE-യിലെ ഇന്ത്യൻ പ്രവാസികൾ ഉടനടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട്, നാട്ടിലുള്ള നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിലവിലെ വിദേശ വിലാസം, കൃത്യമായ ഇമെയിൽ ID, അന്താരാഷ്ട്ര ഫോൺ നമ്പർ എന്നിവ നൽകിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. 2, വർഷങ്ങളായിട്ട് ഇടപാടുകൾ നടക്കാത്ത അക്കൗണ്ടുകളോ അവകാശവാദങ്ങൾ ഉന്നയിക്കാത്ത സ്ഥിര നിക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ അവ ഉടൻ തന്നെ പരിശോധിക്കുക. 3,
ബാങ്കുകളിൽ നിന്നും സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന KYC അറിയിപ്പുകളോട് കൃത്യമായിട്ട് പ്രതികരിക്കുകയും ഭാവിയിലെ തടസ്സമില്ലാത്ത ഡിജിറ്റൽ ബാങ്കിങ്ങിനായിട്ട് നിങ്ങളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും വേണം. സാമ്പത്തിക അച്ചടക്കവും കൃത്യമായ മുൻകരുതലുകളും വഴി പ്രവാസികളുടെ കഷ്ടപ്പാടിന്റെ നിക്ഷേപങ്ങൾ എന്നെന്നും സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.